കഴിഞ്ഞ ദിവസമാണ് ട്രംപിൻ്റെ പാർട്ടിയിലേക്ക് കടന്നു കയറിയ ഒരാൾ വെടിവെച്ചത്. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വാർത്ത വന്നത്. നെതന്യാഹുവിന് പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആയിരുന്നു, അത് ചികിത്സിച്ച് ഭേദമാക്കി എന്ന് പറയുന്ന വാർത്ത. ആ വാർത്തയുടെ അടിയിൽ ആരോ ഒരു കടുത്ത വിശ്വാസി എഴുതിയിരിക്കുന്നത് കണ്ടു. അങ്ങനെയൊന്നും ദൈവം നിന്നെ വേഗം മരിപ്പിക്കില്ല, ഇട്ട് ഇഞ്ചിഞ്ചായി കഷ്ടപ്പെടുത്തി നശിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ട്. ഈ വെടിയുടെ കാര്യവും വെടിവെപ്പിൻ്റെ കാര്യവും നമ്മുടെ നെതന്യാഹുവിൻ്റെ ഈ അവസ്ഥയുടെ കാര്യവുമൊക്കെ ഓർത്തപ്പോൾ അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് എത്രത്തോളം കറക്റ്റാണ്, അത് ആർക്കുള്ള പരീക്ഷണമാണ്, ആരെ തിരിച്ചറിയാനാണ്, ആരെ മനസ്സിലാക്കാനാണ് എന്നുള്ളത് കേവലം നമ്മുടെ നിഗമനത്തിൽ നിൽക്കുന്ന ഒന്നല്ല. അതിനൊരുപാട് മാനങ്ങളുണ്ട്. അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരിക്കലുണ്ടായ ഒരു വെടിയുണ്ട ഏതാണ്ട് 10, 30, 20 മില്ലിമീറ്റർ മാറിപ്പോയതുകൊണ്ടാണ് ഈ ലോകത്തിന് ഇത്രയും വലിയ കെടുതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുന്നുണ്ടാവും, ട്രംപിൻ്റെ പ്രചാരണ വേളയിൽ ഒരുത്തം വെടിവെച്ചു, ചെവിയിലാണ് തുളച്ചു കയറിയത്. അത് ഒരു 30 മില്ലിമീറ്റർ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ലോകം ഈ കെടുതി താങ്ങേണ്ടി വരില്ലായിരുന്നു. അമേരിക്കക്കാരനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, ഫലസ്തീനിലെ മനുഷ്യരനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, ഇസ്രയേൽ ഇരയായവർ അവരനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, ഇറാനിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, മിഡിൽ ഈസ്റ്റിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, ക്യൂബയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, വെനിസ്വലയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു വെടിയുണ്ടയുടെ വില. പക്ഷേ അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഇന്നത്തെ വെടിവെപ്പിലും ഈ പറഞ്ഞതുപോലെ രക്ഷപ്പെട്ട് ഡെസ്കിൻ്റെ അടിയിൽ കയറി ചാടിപ്പോയത്. അതുപോലെ തന്നെയാണ് നെതന്യാഹുവിൻ്റെയും കാര്യം. ഈ പ്രോസ്ട്രേറ്റ് ക്യാൻസർ അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ കഴിയാതെ ചുരുണ്ടുപോയിരുന്നെങ്കിൽ എത്രയോ കെടുതിക്ക് തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസം ഉണ്ടായേനെ. ഇനി പുതിയൊരു കൊള്ളക്കാരൻ വന്ന് ഒരു കൊള്ളയുടെ പ്ലാൻ ഉണ്ടാക്കി ഒക്കെ ചെയ്യുമ്പോഴേക്കും കുറേ മനുഷ്യർക്ക് സ്വാഭാവികമായി ജീവിച്ച് മരിക്കാമായിരുന്നു, കുറേ ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായില്ലായിരുന്നു. ഇതൊക്കെ ഒരു സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ഇവരെ യഥാർത്ഥത്തിൽ നിലനിർത്തിയിരിക്കുന്നത് ഇവർക്കുള്ള പരീക്ഷണമാണെന്നാണ് ഒരുപാട് നമ്മുടെ കൂട്ടത്തിലെ വിശ്വാസികളായ നിരൂപകന്മാർ എഴുതി പിടിപ്പിക്കുന്നത്. അങ്ങനെ പറയുന്നതിൽ ഒരർത്ഥമില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഈ ഭൂമിയിലെ നടപടിക്രമം വേറൊരു നടപടിക്രമമാണ് പടച്ചവൻ്റേത്. ഇവിടെ വെച്ച് ചെയ്യുന്നവന് ഇവിടെ തന്നെ കൊടുക്കുമെന്നും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നും ഉറപ്പൊന്നും പറയാനൊക്കില്ല. അങ്ങനെയൊക്കെ അല്ലാതെ ചെയ്യുന്ന എത്രയോ പേർ വളരെ രാജകീയമായി സസുഖം വാഴുന്നു. അല്ലാതെ നന്മയും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളുമൊക്കെ പ്രവർത്തിപ്പിക്കുന്നവർ എത്രയോ പേർ അതല്ലാതെ ജീവിക്കുന്നു. ആ യുക്തിയൊന്നും കൊണ്ടൊരു കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം വന്നിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുറച്ച് അങ്കുലി പരിമിതരായ ലോകത്തിലെ മുജാഹിദുകാരുണ്ടല്ലോ, അവരിൽ ചിലരൊക്കെ പറയുന്നില്ലേ ഇത് അള്ളാഹു ഇറാനികൾക്ക് പ്രത്യേകമായി കൊടുത്തതാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അല്ലാതെ എത്രയോ പേർക്ക് അള്ളാഹു കൊടുക്കണം. ആ ന്യായം വല്ലതും പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു വാദം അംഗീകരിക്കേണ്ടി വരും. ഈ സുന്നികളായ ചില നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ യവന്മാരുടെ നെയ്യത്തും പ്രവൃത്തിയും ശരിയല്ലാത്തത് കൊണ്ടാണ് യവന്മാർ ഛിന്ന ഭിന്നമായി പല പല കഷണങ്ങളായി പോയത് എന്ന് പറയുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് നമ്മൾ വേറൊരു ഹദീസ് എടുക്കത്തില്ലേ? അപ്പോൾ അതുപോലെ ഇതൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. പക്ഷേ ഇത് നമുക്കുള്ള പരീക്ഷണമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്താണ് അത് മാറിത്തുടങ്ങുന്നത്. ഈ ലോകത്ത് ഈ സംഭവത്തോടു കൂടി എന്തെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു യവന്മാർ രണ്ടുപേരുള്ളതുകൊണ്ട്. ഒന്ന്, നമ്മൾ ഈ ഭൗതിക സാഹചര്യത്തിലും വളർച്ചയിലും തിളക്കത്തിലും സുരക്ഷിതത്വത്തിലും ഒന്നും വിശ്വസിക്കുന്ന ഒരിടവും ഒന്നും സുരക്ഷിതമല്ല. ആ സുരക്ഷിതത്വം അള്ളാഹു നൽകുന്ന സുരക്ഷിതത്വം മാത്രമാണ്, ദൈവം ഉടയതമ്പുരാൻ നൽകുന്ന സുരക്ഷിതത്വമാണ്. ഏത് മനുഷ്യരും എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് പരിഭ്രാന്തരാവും, ഏത് മനുഷ്യരും അഭയാർത്ഥികളാവും എന്നൊരു ബോധ്യം. അതൊരു ഗുണപാഠമല്ലേ? ഇവർ ജീവിച്ചിരുന്നുകൊണ്ടല്ലേ ചില നാടുകളിലൊക്കെ അതുണ്ടായത്. ഇന്നെൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ദുബായിൽ നിന്ന് വിളിച്ചപ്പോൾ പറയുമായിരുന്നു, രാത്രികളിൽ ചിലപ്പോൾ പടപടാന്ന് പടക്കം പൊട്ടുന്നത് പോലെ ഡ്രോണുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ട് ഉണർന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിരുന്ന ഒരു അവസ്ഥ. ഞാനൊന്നും സത്യത്തിൽ അത്രമേൽ ഉദ്ദേശിച്ചില്ല, അത്രമേൽ ഞാൻ ചിന്തിച്ചില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, നമുക്ക് ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇൻ്റർസെപ്റ്ററും ഈ സുരക്ഷിതത്വവും ഒരു രാജ്യത്തിൻ്റെ പിന്തുണയും ഭരണകൂടവും ഒക്കെ ഉള്ളതിനോടുകൂടി തന്നെ നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ്. പക്ഷേ അതില്ലാത്ത നാടുകളോ പറന്ന് വന്ന് വീണ്
കത്തിച്ചാമ്പലായി പോകുന്ന മനുഷ്യർ പഠിക്കാനൊരു ഗുണപാഠമല്ലേ? നമ്മൾ വളരെ സുഖസമൃദ്ധമായി കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന ഈ തിരിച്ചടി മൂലം നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഞാൻ ഈ കസേരയിലിരിക്കുമ്പോൾ ഈ കസേരയാണ് എൻ്റെ ബലവും സൗന്ദര്യവുമെന്ന് ഞാൻ വിശ്വസിച്ച് പോയാൽ ഈ കസേരയുടെ എന്താ പറയുന്നത് അതിൻ്റെ ബേസ് ഒന്ന് ഇളകി ഞാനൊന്ന് താഴേക്ക് പോയാൽ ഞാനങ്ങ് ഇല്ലാതാവുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കസേരയല്ല എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ചിന്ത ഇതുകൊണ്ടുണ്ടായില്ലേ? രണ്ടാമത്തെ ഒരു കാര്യം, ഈ സന്ദർഭത്തിൽ ഈ പറയുന്നത് പോലെ മതവിശ്വാസികൾ, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ, മർദ്ദിതരോടൊപ്പം നിലകൊള്ളുന്നവർ എന്നൊക്കെ പറയുന്നവരുടെ ഇരട്ടത്താപ്പ് ഈ സംഭവത്തോടുകൂടി ബോധ്യപ്പെട്ടില്ലേ? എന്തിനെല്ലാമോ കിടന്ന് വെപ്രാളം പിടിച്ച് വക്രീകരിച്ച് പറഞ്ഞ് വളച്ച് ഓടിച്ച് ശരിയാക്കി. ഇന്നൊരു മൗലവിയുടെ പ്രസംഗം കേട്ടു. അദ്ദേഹം പറയുന്നത് ആവർത്തിച്ച് പറയുന്നത് ഇറാനിലെ ജൂതന്മാർ, അതായത് ഷിയാക്കൾ എന്ന് പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജൂതന് ഹജ്ജ് ചെയ്യാൻ വരാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ഷിയ ജൂതനാണെങ്കിൽ പുള്ളി അത് അവിടെ പ്രസംഗിക്കണ്ടേ? ആ പുള്ളിയെ ഞാൻ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ കറങ്ങി സുന്നിയിൽ നിന്ന് തുടങ്ങി തബ്ലീഗിൽ നിന്ന് തുടങ്ങി തബ്ലീഗിൽ നിന്ന് വേറെ ഏതാണ്ട് മുജാഹിദിൽ പോയി അവിടുന്ന് കറങ്ങി ഇപ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയോ മുജാഹിദിലാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എവിടെ ചെന്നാലും അവിടെ കട്ടിക്കടിക്കാനുള്ള കഥ പുള്ളിയുടെ കയ്യിലുണ്ട്, ആരാധക വൃന്ദവുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? പിന്നെ ഈ പറഞ്ഞതുപോലെ പണം, വളർച്ച, ഉയർച്ച, മുകളിലേക്ക്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു, എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഇതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ച് മേപ്പോട്ട് പോവുകയാണെന്നാണ്. പക്ഷേ ഇപ്പോൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത സംഗതി പോലെ താഴേക്ക് വരുമല്ലേ? പിന്നെ അതുപോലെ തന്നെ ലോകത്തിനൊരു തിരിച്ചറിവുണ്ടാവാൻ യവന്മാർ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് കാര്യമായില്ലേ? ഒരുപക്ഷെ നാളെ റഷ്യയും ചൈനയും ഇറാനും ഈജിപ്തും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് യവന്മാരുടെ കെടുതികൾക്കെതിരെ ഒരു പ്രതിരോധ നിര ഉയർന്നു വന്നാൽ ഇത് യവന്മാർ പഠിപ്പിച്ചതല്ലേ? അതിതിന് കാരണമല്ലേ? പിന്നെ മറ്റൊരു കാര്യമില്ലേ, ഹോർമിസ് കടലിടുക്ക് എന്ന് പറയുന്ന ഒരു കടലിടുക്ക് അങ്ങനെ ഉണ്ടായിരുന്നെന്നും അതിൽ കൂടെയാണ് ഈ സ്വത്തെല്ലാം പോയതെന്നും ലോകത്തിൻ്റെ ഒരു കോറിഡോറായിരുന്നു അതെന്നും ആ വാണിജ്യ ഇടനാഴി അല്ലെങ്കിൽ ലോകത്തിൻ്റെ കഴുത്ത് അവിടെയായിരുന്നു എന്നും ലോകം അറിഞ്ഞില്ലേ? അങ്ങനെ എന്തെല്ലാം ഇനിയും ചിലപ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അവർ രണ്ടുപേരെയും അള്ളാഹു എല്ലാം അനുഭവിപ്പിക്കാൻ വേണ്ടിയാണെന്നും നമുക്കതെല്ലാം കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണെന്നും അങ്ങ് വിചാരിച്ചു കളയരുത്. നമുക്കും അവരെക്കാൾ കൂടുതൽ ഗുണപാഠത്തിനാണ് ഇത് തന്നത് എന്ന് വിശ്വസിച്ച് നമ്മളിലേക്കെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാത്തിലേക്കും, മനുഷ്യനിലേക്കും മതത്തിലേക്കും മതവിശ്വാസത്തിലേക്കും മതസംഘടനകളിലേക്കും ഒക്കെ നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇതൊന്നും മറന്നു പോകണ്ട.